രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒടുവിൽ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി. കാരണം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLAയുടെ ചീട്ട് കീറിയെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം KPCC പ്രസിഡന്റ്, UDF കൺവീനർ KC വേണുഗോപാൽ MP തുടങ്ങിയവരെല്ലാം തന്നെ രാഹുലിനെ പരസ്യമായിട്ട് തന്നെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല MLA സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ ഇന്നലെ വരെ കൂടെ കൊണ്ടുനടന്ന ഷാഫി പറമ്പിലും ഏതാണ്ട് രാഹുലിനെ കുറച്ചു കാലമായിട്ട് കൈവിട്ട അവസ്ഥയിലാണ്. ഇനി എന്താണ് രാഹുലിന്റെ ഭാവി? രാഹുലിന് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു ഭാവിയും പ്രതീക്ഷിക്കേണ്ടതില്ല. എളുപ്പമൊന്നുമല്ല, അത്ര വേഗത്തിലൊന്നും. ഒരുപക്ഷെ ഒരു ദീർഘകാലത്തെ വനവാസം അല്ലെങ്കിൽ ദീർഘകാലം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന് ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരാനുള്ള ഒരു അവസരമൊക്കെ ഒരുപക്ഷെ താഴെ തട്ടിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം വീണ്ടും കൊടുത്താൽ വന്നുകൂടായിക ഇല്ല, അതൊക്കെ ദീർഘകാലത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്പൂർണ്ണമായും രാഷ്ട്രീയം ഉപേക്ഷിച്ച് പുറത്തു പോകേണ്ടി വരും. അയാൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഇനി അയാൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, അയാളെ ആ നാട്ടിൽ പോലും ഇനിയിപ്പം പാലക്കാട്ട് പോലും ഒരു ഒറ്റ കോൺഗ്രസിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇനി അയാളെ പാതിരാക്ക് പോലും പിന്തുണക്കാൻ പോകില്ല, സ്വകാര്യമായിട്ട് പോലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആരുടെയും പിന്തുണയില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാതെ, പാലക്കാട്ടേക്ക് കാലുകുത്താൻ പോലും പറ്റാതെ രാജിവെക്കേണ്ടി വരും. അയാളെ എത്രയും വേഗം നല്ലത് അദ്ദേഹം ഇപ്പൊ തന്നെ രാജിവെക്കുന്നതാണ്. കാരണം കോൺഗ്രസ് എടുത്ത നിലപാട് ആ കാര്യത്തിൽ എത്ര മാതൃകാപരമാണ് ആലോചിച്ച് നോക്കൂ. ഒന്ന്, പരാതി കിട്ടുമ്പോൾ അത് പരാതിക്കാരൻ മാത്രമാണ്, അല്ലെങ്കിൽ ആരോപിതൻ മാത്രമാണെന്ന് പറയാലോ. ആരോപണങ്ങൾ പരാതിയായി കിട്ടുന്നു, ആരോപിതൻ മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞു നിൽക്കാമായിരുന്നു. കേസില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷേ നമുക്ക് സങ്കടം പറഞ്ഞു വരുന്ന ഒരു പെൺകുട്ടിയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസിൽ പെൺകുട്ടികളുടെ പരാതിയെ നമ്മൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ? നമ്മളെ ചെവിക്കൊള്ളാൻ തയ്യാറാണോ? ആ വിഷയത്തിൽ കേരളത്തിൽ ആരും കാണിക്കാത്തൊരു മാതൃക, പ്രത്യേകിച്ച് CPM-ലൊക്കെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവർ ഇടതുപക്ഷം കാണിക്കാത്തൊരു മാതൃക കോൺഗ്രസ് കാണിച്ചു. അതാണ് കോൺഗ്രസിലെ കേരളത്തിൽ കീഴ്വഴക്കം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പലരും അന്ന് മറുപടി വരാൻ ശ്രമിച്ചു. കോൺഗ്രസ് പക്ഷെ പറഞ്ഞത്, ഇല്ലാത്ത കീഴ്വഴക്കം ഞങ്ങൾ ഉണ്ടാക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കി. ഇത്രയും ഗുരുതരമായ പണിഷ്മെന്റ്, വളരെ ഗൗരവമുള്ള പണിഷ്മെന്റ് തുടക്കത്തിലേ കൊടുത്തു, ആരോപിതൻ മാത്രമായിരുന്നപ്പോൾ. അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കേസില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞങ്ങനെ കേസില്ലല്ലോ. പക്ഷേ കോൺഗ്രസിനകത്തും പിന്നെ അതൊരു മുറുമുറുപ്പായി, കേസില്ലാത്ത വെറും ആരോപിതനായ ഒരാളെ, ഒരു ചെറുപ്പക്കാരന്റെ ഭാവി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. അപ്പോഴും VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ട്രോങ് ആയ നിലപാടെടുത്തു. ബോധ്യമാണെന്ന് പറഞ്ഞാൽ എന്താ? ആരോപിതൻ മാത്രമല്ല, കുറ്റം ചെയ്തു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്നാണല്ലോ. ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്നത് ആദ്യത്തെ ജുഡീഷ്യൽ റിവ്യൂ വന്നു. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ കുറ്റവാളിയല്ല എന്ന് ഒരു കുറ്റവാളി ആവാതിരിക്കാനുള്ള, നിരപരാധി ആവാനുള്ള ആനുകൂല്യം കൊടുക്കുമ്പോഴാണല്ലോ അങ്ങനെ മുൻകൂർ ജാമ്യം കൊടുക്കുക. അപ്പൊ ഇന്ന് കോടതി അതുവരെ കാത്തിരുന്നു കോൺഗ്രസ്. ഒരുപാട് വിയോജിപ്പുകളും പല അഭിപ്രായങ്ങളൊക്കെ വന്നെങ്കിലും പക്ഷെ VD സതീശൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അയാളെ പുറത്താക്കണം, അയാളെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ പുറത്താക്കിക്കൊണ്ടൊരു നിലപാടെടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാം, അദ്ദേഹം എടുത്ത നിലപാടുകൾ ഒരു പക്ഷേ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്ക് കൂടി അനുകരണീയമാണെന്ന് പറയാം. ഇപ്പോൾ CPM-നുള്ളിലാണ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോഴും ആരോപണ വിധേയരായ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആളുകൾ MLA പദവിയിൽ ഇരിക്കുന്നുണ്ട്. CPM പറയുന്നു അതിന്റെ തീവ്രത നോക്കിയപ്പോൾ കുറവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ സമാനതകളില്ലാത്ത ഒരു മാതൃക സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അതിൽ സതീശൻ ഒരു ക്യാപ്റ്റന്റെ റോൾ വഹിച്ചു എന്ന് പോലും നമുക്ക് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല കാലങ്ങളിൽ കോൺഗ്രസ് പലതരം ക്രൈസിസിനെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഈ കഴിഞ്ഞ കാലം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് ഈ PV അൻവർ എന്ന ഇഷ്യൂ തൊട്ട് ഇങ്ങോട്ട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കൽ, അകത്താക്കൽ. അതിനിടയിൽ ഈ കഴിഞ്ഞ ഒരു കൊല്ലം കോൺഗ്രസ് നേരിട്ട കാലം, പ്രത്യേകിച്ച് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നപ്പോൾ KPCC പ്രസിഡന്റായി ഉണ്ടായിരുന്ന വന്നത് K സുധാകരനാണ്. ആ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമ്മൾ കണ്ടതാണ്. എന്തുമാത്രം അരോചകമായിരുന്നു അതുപോലും എത്ര സമർത്ഥമായിട്ട് പരിഹരിച്ചു വന്നു. പാർട്ടിക്ക് യാതൊരു പരിക്കുമില്ലാതെ പരിഹരിച്ചു വന്നു. KPCC പുനഃസംഘടന വന്നു, കമ്മ്യൂണൽ ബാലൻസുകൾ ഒപ്പിച്ചുകൊണ്ട് പരാതിയില്ലാത്ത വിധത്തിൽ അത് ചെയ്തു.
KPCCയിൽ പുതിയ പ്രസിഡന്റ് വന്നു, പുതിയ സഹഭാരവാഹികൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷന്റെ ഇഷ്യൂ, PV അൻവറിനെ പോലെ ഒരു അരോചകമായ എലമെന്റിനെ എത്ര സമർത്ഥമായിട്ടാണ് കൈകാര്യം ചെയ്തത്, അവസാനിപ്പിച്ചത്. അവസാനത്തെ ഇഷ്യൂ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ പെൺകുട്ടികളുടെ പരാതി എൻ്റെ ബോധ്യം അനുസരിച്ചാണ്, എൻ്റെ ബോധ്യം എന്ന് മാത്രമല്ല പാർട്ടിയുടെ ബോധ്യം, AICC തൊട്ട് KPCC വരെയുള്ളവരുടെ ബോധ്യം അനുസരിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത് ഉൾപ്പെടെയുള്ള നടപടികൾ. അതിന്റെ അർത്ഥം എന്താ? ബോധ്യമാണെന്ന് പറഞ്ഞാൽ ആരുടെ ബോധ്യമാണ്? സംഘടനയുടെ ബോധ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് CPM-ന് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ലാത്ത പല കാര്യങ്ങളും കോൺഗ്രസിന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ വിഷയത്തിൽ കുറെ കൂടി നേരത്തെ ബോധ്യം വന്നു എന്നാണ് ഒരു അർത്ഥം. 2, ബോധ്യം ഉണ്ടായാൽ മാത്രം പോലെ കോൺഗ്രസ് പോലെ വളരെ അയഞ്ഞ സംവിധാനമുള്ള ഒരു ജനാധിപത്യ പാർട്ടിക്ക് സ്ട്രോങ് ആയ തീരുമാനത്തിൽ എത്തിക്കാൻ എപ്പോഴും സ്ട്രോങ് ആയ ഒരു ലീഡർ വേണം. കോൺഗ്രസിന് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് വരെയുള്ള കൃത്യമായ എന്തിന്റെ കുറവായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ലീഡർഷിപ്പിന്റെ, ഒരു ലീഡറുടെ കുറവ്, ഒന്നിലധികം ലീഡർമാരുണ്ടാവുക. അത് വലിയ പ്രശ്നമാണല്ലോ. അത് എപ്പോഴും പറയുന്നൊരു തമാശയുണ്ടല്ലോ, ഒരച്ഛൻ ഉണ്ടാവുക എന്നത് ഒരു കുറ്റമല്ല, ഒന്നിലേറെ അച്ഛൻ ഉണ്ടാവുക വലിയ കുറ്റമാണ് എന്ന് പറയാറില്ലേ? അതുപോലെയാണ് കോൺഗ്രസിൽ എല്ലാവരും ലീഡർമാരാണ്. ഇപ്പൊ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ കൊല്ലം ഇതേ കാലത്ത് നമ്മൾ ആരാണ് അടുത്ത നിയമസഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ എത്ര പേര് നമ്മൾ പറയും? ഇന്നയാളാവാം അങ്ങനെ എണ്ണി പറയുമായിരുന്നു. 5, 6, 7 പേരുടെ പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ അവസ്ഥ മാറി. കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട പ്രതിസന്ധികളെ വളരെ വളരെ ശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ VD സതീശൻ ഒരു നേതാവായി എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ നേതാക്കളും, ഒരുപക്ഷെ അദ്ദേഹത്തിനേക്കാൾ സീനിയറായ ആളുകൾ പോലും 2ാം സ്ഥാനത്തേക്ക് മാറിപ്പോവുകയും അദ്ദേഹത്തിനെതിരെ മുറുമുറുപ്പും പാരവെപ്പും ഒക്കെ ആയിട്ട് നടന്ന ആളുകളൊക്കെ തന്നെ നിശബ്ദമായി പോവുകയും ചെയ്തൊരു കാലം വന്നു. ഇപ്പൊ CPM-ന് തലക്കൂടെ അടിച്ചു. അപ്പം അല്ലെ, നല്ല അടിയാണ്. CPM-ന് ഒന്ന്, സ്ത്രീ പ്രശ്നത്തിൽ പരാതി കിട്ടിയാൽ നിങ്ങൾ നടപടി എടുക്കുവോ? ഒന്നാമത്തെ ചോദ്യം. നടപടി എടുക്കൂല. അത് പാർട്ടിക്കുള്ളിൽ എവിടെയെങ്കിലും പറഞ്ഞ് ഒതുക്കിയിട്ട് ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്യും. ആലോചിച്ച് നോക്കൂ, P. ശശി മുതൽ PK ശശി വരെ ഉള്ളവരെ അങ്ങനെ കൈകാര്യം ചെയ്തത്. 2, M. സ്വരാജിന്റെ ആരെ പേരിലാണ് വരാത്തത്? എത്ര പേരില് MLA ഉണ്ട് ഇപ്പോഴും. അല്ല, ഞാൻ പറയാം, MLA-യും മന്ത്രിയും ഉണ്ട്. ആ മന്ത്രിസഭയിലെ മന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്. മാത്രമല്ല ഈ ആരോപണങ്ങൾ ആരുടെയൊക്കെ പേരിൽ വന്നു? ഇപ്പോൾ ശ്രീരാമകൃഷ്ണന്റെ പേരിൽ വന്നു, ഈ ഇദ്ദേഹത്തിന്റെ പേരിൽ, നമ്മളെ കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ വന്നു. ആരുടെ പേരിൽ എന്തെല്ലാം ഇത്തരം വിഷയങ്ങൾ, ആരോപണങ്ങൾ വന്നു? CPM എന്തെങ്കിലും നടപടി എടുത്തില്ല. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ആരോപണം മാത്രമല്ലേ, കേസ് വന്നില്ലല്ലോ. കേസ് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പെൺകുട്ടികളെയും കുടുംബത്തെയും പലതരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടാണ് കേസ് പോകാത്തത്. അവർക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടേ? അതുകൊണ്ടാണ്, പേടികൊണ്ടാ. അപ്പൊ മസിൽ പവർ കൊണ്ടും ഒക്കെയാണ് അവർ നിന്നത്. പക്ഷെ ഇപ്പൊ അതല്ല. ഇവർ ചെയ്തത് എന്താ? പരാതി വന്നു, ആദ്യം നടപടി എടുത്ത് പുറത്താക്കി. പാർട്ടിയുടെ പ്രൊട്ടക്ഷൻ കണ്ടു നിൽക്കണ്ട. 2, കേസ് വന്നപ്പോൾ ആദ്യത്തെ ജുഡീഷ്യൽ റിവ്യൂ വരട്ടെ. സതീശന്റെ വാക്കാണ്, എത്ര കൃത്യമാണ്. ആദ്യത്തെ ജുഡീഷ്യൽ റിവ്യൂ എന്താ? മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്താൽ, മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ല എന്ന് ഒരു കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം കോടതി അവനെ കുറ്റക്കാരനായി പരിഗണിക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്താ? അപ്പോൾ പുറത്താക്കി, സസ്പെൻഷൻ ഡിസ്മിസലാക്കി. ഇനി ആകെ അവശേഷിക്കുന്ന ഒരു പോസ്റ്റ് കോൺഗ്രസ് കൊടുത്ത ഔദാര്യത്തിന്റെ പുറത്ത് ഇവൻ MLA ആയതാണ്. ആ സീറ്റ് കോൺഗ്രസ് സീറ്റ് കൊടുത്തുകൊണ്ടാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്താന്നൊക്കെ സാങ്കേതികമായിട്ട് നമ്മൾ പറയാം. പക്ഷേ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ MLA ആവും? അപ്പൊ കോൺഗ്രസ് ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ കൊടുത്തു. ഒരു കാലാവധിക്ക് ശേഷം ജുഡീഷ്യൽ റിവ്യൂ വന്നപ്പോൾ പുറത്താക്കി, ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് ഇനി ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും അവധിയില്ലാത്ത ഒരാൾ എങ്ങനെ കോൺഗ്രസിന്റെ MLA ആകും? അത് അധാർമികല്ലേ? ഇപ്പൊ രാജിവെച്ചു പോണ്ട അയാള്. അതാണ് ഇനി ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനിടയിൽ. മാത്രമല്ല, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് തന്നെ തുറന്നു പറയാനുണ്ട്, ഞാനാണ് ഇയാളെ യൂത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്, നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നത്, വളർത്തിക്കൊണ്ടുവന്നത്. എന്തിന്? ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ, മത്സരിച്ചപ്പോൾ നിയമസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ അവിടെ രാഹുലിനെ കൊണ്ടുവരണം എന്നുള്ള ഷാഫിയുടെ താല്പര്യം കൂടിയായിരുന്നു. പിന്നീട് ഈ ആദ്യ ആരോപണം ഉണ്ടാകുകയും കേസൊന്നും ഉണ്ടാകാതിരിക്കുന്ന സമയത്തും ഷാഫി പറമ്പിൽ രാഹുലിനെ ചേർത്ത് പിടിച്ചു. ഇപ്പൊ ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണോ രാഹുലിനെ ചവിട്ടി മെതിച്ചത് അല്ലെങ്കിൽ പണി കൊടുത്തത് എന്നുള്ളത്? കാരണം രാഹുൽ കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ ഒതുക്കി നിർത്തി, അല്ലെ മാറ്റി നിർത്തി, അല്ലേ? മാറ്റി നിർത്തി. കാരണം ഒരു അപകടം വരും, അവനവന്റെ മേൽ അപകടം വരും എന്ന് കണ്ടപ്പോ വളരെ സമർത്ഥമായിട്ട് ഷാഫി പറമ്പിൽ രാഹുലിനെ ചവിട്ടി തള്ളി മാറ്റി. മാത്രമല്ല, മാറ്റുകയല്ല, നിവൃത്തിയില്ല അവനെ. ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ എന്താ? ഈ ഷാഫി പറമ്പിൽ സത്യത്തില് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ഒക്കെ മറികടന്നുകൊണ്ട് ഒരു സൂപ്പർ നേതാവ് ആവാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയതാണ്. ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ജനങ്ങളും പിന്തുണച്ചിരുന്നു ആ ഘട്ടത്തിൽ. പാലക്കാട് സ്ഥിരമായി ജയിക്കുന്നു, പാലക്കാട്ട് നിന്ന് പോയി വടകര മത്സരിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തോടെ അവിടുത്തെ
ഇപ്പോ ടീച്ചറെ തോൽപ്പിച്ച് ശൈലജ ടീച്ചർ, ശൈലജ ടീച്ചറെ തോൽപ്പിക്കുന്നു, വലിയ ഇമേജ് അല്ലേ ഉണ്ടാക്കിയത്. അതെ അതെ, ആ ഇമേജ് മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂവിനോട് കൂടി തകർന്നു. തകർന്നു എന്നുള്ളതാണ്. അത് നമ്മളിപ്പോ സത്യത്തിൽ ഈ ഇഷ്യൂവിൽ തകരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഷാഫി പറമ്പിൽ കൂടിയാണ്. ഇപ്പൊ ചില വിഗ്രഹങ്ങളോട് വീണുടയെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഉടയേണ്ടതാണ്. അതിന്റെ അർത്ഥം ഇപ്പൊ വന്ന് നമ്മള് ഈ സൂര്യപ്രഭയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് സൂര്യപ്രഭയിൽ വീണ് കിടക്കുന്ന കറുത്ത പാടുകൾ കാണൂല. ഇപ്പൊ മങ്ങി തുടങ്ങിയപ്പോ ഇതിന്റെ പാട് കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ്മാഷാണ് ഷാഫി എന്ന് പുറത്തു വന്നില്ലേ. ഷാഫിക്കെതിരായിട്ട് പാലക്കാട്ടെ DCC, പാലക്കാട്ടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പരസ്യമായി ഉന്നയിച്ചുള്ള പല ആരോപണങ്ങളും കേട്ടില്ലേ? ഏത് പെൺകുട്ടികളെ കണ്ടാലും, കൊള്ളാവുന്ന പെൺകുട്ടികളാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് എന്നാ ബാംഗ്ലൂർക്ക് വരിക എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിലെങ്കിൽ അവൻ ഒട്ടും മോശമല്ല എന്നതിന്റെ അർത്ഥം. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുമ്പോൾ താനേ ഒടിഞ്ഞു പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മീതെ തണൽ വിരിച്ചു നിന്നിരുന്ന വലിയൊരു വടവൃക്ഷം, ഒരു കൊമ്പ് കൂടിയാണ്, വലിയൊരു ശാഖയെങ്കിലുമാണ്. കോൺഗ്രസിന്റെ എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും അവന്റെയൊക്കെ ഗോഡ്ഫാദറായി നിൽക്കാൻ ശ്രമിച്ച രാഹുലിന്റെ വലിയ രക്ഷകനും രക്ഷാധികാരിയും ഒക്കെ ആയിട്ട് വാഴാൻ ശ്രമിച്ച ഷാഫി കൂടിയാണ് വീഴുന്നത്. അതുകൊണ്ട് ആ വീഴ്ച അനിവാര്യമാണ്. കാരണം രാഹുലിന്റെ കയ്യിരിപ്പ് ഇതാണെങ്കിൽ ഇവന്റെ ഹെഡ്മാസ്റ്റർ കയ്യിരിപ്പ് എന്തായിരിക്കും? നാട്ടുകാർ അറിയാത്തോണ്ടല്ലേ, പരാതി കൊടുക്കാത്തോണ്ടല്ലേ. പരാതി കൊടുത്ത് കംപ്ലൈന്റ് വന്ന് നിയമത്തിന്റെ മുമ്പിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ഷാഫിയും കൂടി തീരേണ്ടതാണ്, രാഹുൽ മാത്രം തീർന്നാൽ പോരാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.